ചെറുപയർ കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ കർഷകൻ. ആദ്യമായി തറ ഒരുക്കുകയാണ്. അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുക പാത്തി വെട്ടിക്കൂട്ടുക എന്നാണ്. അപ്പോൾ കൃഷിക്കാരൻ പാത്തി വെട്ടിക്കൂട്ടിയതാണ്. അപ്പോൾ ഒരു പാത്തി റെഡിയായി. അതിൽ ചെറുപയർ വിതച്ചു. ഇത് സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിൽ പിന്നെ മഴ പണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വെട്ടിവെക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞങ്ങൾ മഴ ചെറുതായൊക്കെ കിട്ടിയിരുന്നത് കൊണ്ട് പാത്തി വെട്ടിക്കൂട്ടി അതിൽ ചെറുപയർ വിതറി. ഇനി അതിന് ശേഷം അത് വീണ്ടും രണ്ട് സൈഡിൽ നിന്നും ചെത്തിക്കൂട്ടി വയ്ക്കും. അപ്പം നല്ല പാത്തി പോലെ നിൽക്കും. അതിൽ വെള്ളം നിൽക്കുകയും ചെയ്യും. മഴവെള്ളം തടഞ്ഞു നിർത്തുന്നതിനുള്ള ഒരു ഉപാധി കൂടിയായിട്ട് ഇതിനെ കണക്കാക്കാം. അപ്പോൾ മൊത്തം പോച്ച അങ്ങ് പോവുകയും ചെയ്യും. നമുക്കത് ഫലപ്രദമായി മറ്റൊരു വിള ഇറക്കുകയും ചെയ്യാം. ചെറുപയറാണെങ്കിൽ കിലോ ഇപ്പം 100-ൽ കൂടി കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ ചെറുപയർ ഇങ്ങനെ കൃഷി ചെയ്ത് നോക്കുന്നു. അത് ഞങ്ങളുടെ തന്നെ അധ്വാനമായതുകൊണ്ട് വളരെ ലാഭകരമായി തോന്നുകയും ചെയ്യും. ഏകദേശം ഞങ്ങൾ 3 കുടുംബങ്ങളെന്നാണ്, ഞാൻ, മകന് 3 പേർക്കും ഏതാണ്ടൊരു 4 മാസത്തേക്കുള്ള ചെറുപയർ ഇവിടെ നിന്ന് കിട്ടും. എല്ലായിടത്തും ഒന്നും ഇടാൻ പറ്റത്തില്ല. കാര്യം മറ്റ് കൃഷികളൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടുന്ന സ്ഥലത്ത് മാത്രമായിട്ട് ഞങ്ങളത് ഒതുക്കി നിർത്തും. ഇപ്പോഴത്തെ കാലത്ത് കൃഷിക്ക് ഒരു ആളിനെ നമ്മൾ പണിക്കെടുക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ കൂലി ചിലവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 7 കിലോ പയർ വാങ്ങാൻ പറ്റും ഒരു ദിവസത്തെ കൂലി കൊണ്ട്. അതല്ല, നമ്മൾ തന്നെ അധ്വാനിച്ച് സംശുദ്ധമായ മറ്റ് കീടനാശിനികളുടെ സ്പ്രേ ഇല്ല, അതുപോലെ തന്നെ രാസവള പ്രയോഗങ്ങളില്ല. ഈ മണ്ണിലുള്ള വളം ഇനി ഇടയ്ക്ക് എന്തെങ്കിലും ഞങ്ങൾക്കൊന്ന് ചാരമോ മറ്റോ വിതറി കൊടുക്കാൻ പറ്റിയാൽ ആയി. ഇത് ഞങ്ങൾ കൊല്ലത്തിരുന്നുകൊണ്ട് ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നതാണ്. അപ്പം റിട്ടയർ ചെയ്ത ഞങ്ങളുടെ ഈ ഒരു ഉദ്യമം വിജയപ്രദമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്.